എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തരികയായി. അവസരം നമ്മൾ പാഴാക്കരുത്. അല്ലാഹു നമുക്ക് തരുന്ന ചാൻസുകൾ നമ്മൾ പാഴാക്കരുത്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരട്ടെ, റമദാൻ വന്നിട്ട് ചെയ്യാമെന്നല്ല, ആ റമദാനിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങാൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, റജബുൽ ലിത്വഹീരീന അൽബദനി, മഹാനവറുകൾ പറയുകയാ, റജബ് മാസം ശരീരത്തെ ശുദ്ധമാക്കാനുള്ള മാസമാണ് റജബ് മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസവും റമദാൻ മാസവും, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ റമദാൻ വന്നിട്ട് നന്നാകാമെന്നല്ല, റമദാൻ വന്നിട്ട് തയ്യാറെടുക്കാമെന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാണ്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാൻ കഴിയണം. നന്മകൾ അധികമായി ചെയ്യാൻ കഴിയണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ്. നിസ്കാരങ്ങളൊക്കെ കടന്നു വരട്ടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ കടന്നു വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ടുള്ള ഇബാദത്തുകൾ വല്ലാതെ വർദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച്, എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ശഅബാൻ നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ, ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഒരു വിഭാഗം ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവര് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവര് പക്ഷികളെ പോലെ ചിറക് വെച്ചുകൊണ്ട് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ പരലോകത്തിലൂടെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിഭാഗം അവിടെ നിന്ന് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ്. പടച്ച റബ്ബേ, പാറിപ്പറവകളെ പോലെ അവർ ആകാശത്തിലൂടെ പരലോകത്തിന്റെ മുകളിലൂടെ പറന്ന് അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, ഹൽ റഅയ്തുമുൽ ഹിസാബ് ഹൽ റഅയ്തുമുസ് സിറാത്ത് ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. എല്ലാവരും പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയാണ് ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും പ്രയാസത്തിൽ പേടിച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി പറയുകയാ, ഒരു വിഭാഗം ഇങ്ങനെ പറക്കുകയാ, പറവകൾ പറക്കുന്നത് പോലെ, പക്ഷികൾ പറക്കുന്നത് പോലെ അവര് പറന്ന് സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുകയാ, നിങ്ങൾ വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? അവര് പറയുന്നു, പടച്ചവനെ, മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കുകയാ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, അങ്ങനെ ഒരു പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത്? എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ്, ഇവര് പറയുന്നതല്ല, ഞങ്ങൾ താണ്ടിയാണ് വരുന്നത്, ഞങ്ങളുടെ വിചാരണ കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് ഈ സിറാത്ത് എന്ന പാലം നിങ്ങൾ കടന്നോ? അതാ മലക്ക് ചോദിക്കുകയാ, ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. ഇങ്ങനെ ഒരു പദവി കിട്ടാൻ, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ, ഇത്രയും പെട്ടെന്ന് സിറാത്ത് കടന്ന് വിചാരണ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വർഗത്തിൽ വരാ, നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തത്?
അള്ളാന്റെ മലക്കുകൾ ചോദിക്കുകയാ. നാളെ ഒരു വിഭാഗം ജനങ്ങൾ പറവയെ പോലെ പറന്നുപോകും. എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? മലക്കുകൾ ചോദിക്കുകയാ. കാരണം അതൊരു വല്ലാത്ത ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ? വിചാരണ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ യുഅദ്ദിബുഹു അബദ, അവന്റെ കാര്യം പോക്ക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഹിസാബൈ യസീറ, അള്ളാഹ് എളുപ്പത്തിലുള്ള വിചാരണ. അള്ളാഹ് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും, സിറാജേ 10-30 കൊല്ലം 40 കൊല്ലം ദുനിയാവി ജീവിച്ചില്ലേ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ? നിസ്കരിച്ചില്ല അള്ളാഹ്. ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല അള്ളാഹ് ഇങ്ങനെ ചെറുതായിട്ട് ചോദിക്കും. എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, പോട്ടെ ശരി, നീ കയറി പോടാ എന്ന് പറഞ്ഞ് കയറ്റിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലേ, ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ബോർഡറൊക്കെ അടച്ചിട്ടിരിക്കണം, അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പാപം കയറി പൊക്കോടാ, ചിലരെ കയറ്റിവിടും, ചിലരെ വിടൂല്ല. പല സ്ഥലങ്ങളിലും കയറ്റിവിടാത്ത പല സ്ഥലങ്ങളിലും പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പറയും, നീ കയറി പൊക്കോ എന്ന് പറഞ്ഞ് കയറ്റിവിടാറില്ല. ഹോസ്പിറ്റലിൽ കയറ്റിവിടാത്തടത്ത് കയറ്റിവിടാറുണ്ട്. ഇപ്പം തന്നെ ഇവർ വെള്ളിയാഴ്ച പള്ളി കയറാം, ഇങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി, കുറച്ച് അങ്ങോട്ട് കയറി കയറ്റിവിടുന്നില്ലേ? ഇതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിർത്തിയിട്ട്, പാവല്ലേ ചങ്ങായി, പാവല്ലേ, പൊക്കോടാ, നീ കയറിപ്പോയി എന്ന് പറഞ്ഞ് അള്ളാഹു കയറ്റിവിടും. അള്ളാഹ് അങ്ങനെ വിടുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാതെ പിടിച്ചു നിർത്തിയിട്ടാ പറഞ്ഞങ്ങോട്ട് പറ, ഞാൻ തന്ന ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? നീ എങ്ങനാ ഞാൻ തന്ന ആയുസ് ചെലവഴിച്ചത്? നീ എങ്ങനാ പണം ഉണ്ടാക്കിയത്? എങ്ങനാ ചെലവഴിച്ച്? അള്ളാഹ് എങ്ങാനും ചോദിച്ച നമ്മൾ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയും അത്ഭുതത്തോടുകൂടി മലക്കുകൾ ചോദിച്ചത്. സിറാത്ത് എന്ന് പറയുന്ന പാലം പ്രച്ചവനെ കിലോമീറ്ററുകളോളം, എന്ത് വലിയ പാലം! നമ്മൾ ഇന്ന് വരെ ഏറ്റവും വലിയ പാലം കണ്ടിരിക്കണം അവിടെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പാലം എവിടെ അനുസരിച്ച് അരൂര് പാലമാണ് നമ്മൾ കരുതിയിരിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം അതാണ് നമ്മൾ കരുതിയിരിക്കണത്. ഒന്നുമല്ല, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. എന്തൊരു നീളമെന്നറിയോ? കോടാനി ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ തീരാത്ത, 70,000 കൊല്ലം സഞ്ചരിച്ചാൽ തീരാത്ത കയറ്റവും ഇറക്കവും നിരപ്പും. ഈ പാലം അങ്ങനൊന്നും പെട്ടെന്ന് കിടക്കൂല. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം അത്ര പെട്ടെന്ന് കടന്നു പോകാൻ പറ്റൂല. അള്ളാഹു കടക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ചില ഭാഗ്യവാന്മാരുണ്ട്, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ ചിലരങ്ങ് സ്വർഗത്തിലെത്തും. പിന്നൊരു വിഭാഗമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രകാശം ആകാശത്ത് മിന്നലടിക്കൂലേ, അതുപോലെ അങ്ങ് പോകും. ചിലര് കാറ്റിന്റെ വേഗതയിൽ പോകും, ചിലർ പ്രകാശത്തിന്റെ വേഗതയിൽ പോകും, ചിലര് ഓടിപ്പോകും, ചിലര് നടന്നു പോകും, ചിലര് എഴഞ്ഞു പോകും. ആ എഴഞ്ഞെങ്കിലും പോകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ എഴഞ്ഞു പോകുന്നവരാരാന്നറിയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറാത്ത് എന്ന് പറയുന്ന പാലം, ഈ വാളിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, നല്ല മൂർച്ചയുള്ള, ഗൾഫിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ച അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും, ഒറ്റ വെട്ട്. നമ്മളെ കോഴിയെ വെട്ടണമല്ല, ആ വാളിനൊക്കെ വല്ലാത്ത മൂർച്ച. ആ വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി